ഒരു വലിയ നിരീശ്വരവാദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇന്നലെ തൃശ്ശൂർ വെച്ച് നമ്മുടെ ഒരു പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു. തരക്കേടില്ല, കോട്ടയത്തിലെ ജഡ്ജിയാണ് അദ്ദേഹം, ഭർത്താവ്. അപ്പോൾ വളരെ യുക്തിവാദിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഈശ്വര വിശ്വാസിയായി. അപ്പോൾ കുളിക്കാത്തവൻ കുളിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയാമല്ലോ, ഭയങ്കര നിരീശ്വരവാദി. പെട്ടെന്ന് ഈശ്വരവാദിയായാൽ എങ്ങനെ ഇരിക്കും? ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിൽ അറിയാമല്ലോ ഇല്ലേ, ആ മറ്റേ പാർട്ടിക്ക് പറ്റിയ അത് തന്നെ പറ്റും, ശ്രീനിവാസന് പറ്റിയ മാതിരി. യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ അമ്പലത്തിലേക്കും പോകാറില്ല, ഒന്നുമില്ല. തിലകൻ പറഞ്ഞു, അച്ഛൻ തിലകൻ പറഞ്ഞ് അവസാനം ഭാര്യ ശ്യാമളയ്ക്കും കൂടി സന്തോഷമായിട്ട് കെട്ടിപ്പറക്കി അതിനെ ശബരിമലയ്ക്ക് അയച്ചു. അവസാനം നല്ല ഉഗ്രം പാട്ടാണ്, ആ പാട്ടൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അവിടം വരെ പോയി തൊഴുതട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നി തുടങ്ങി, ഞാൻ തന്നെയാണോ അയ്യപ്പൻ? ഇപ്പോൾ കോട്ടയത്തിലുള്ള ജഡ്ജിക്ക് അത് തന്നെയാണ്, ഞാൻ തന്നെയാണ് ദൈവം എന്ന് തോന്നി തുടങ്ങി. ജഡ്ജ്മെൻ്റൊക്കെ എഴുതുമ്പോൾ ദൈവം എഴുതണമാതിരി അങ്ങനെ എഴുതുന്നത്. മറ്റ് ജഡ്ജിമാർക്ക് പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാർട്ടി എന്തെന്ന സാധനം ഇങ്ങനെ വിളക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ ബാക്കി ആർക്കബദ്ധം വന്നാലും ലീവ് എടുക്കാൻ പറയാൻ പറ്റും. പക്ഷേ ജഡ്ജിക്ക് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? എൻ്റെ അടുത്ത് ആ സ്ത്രീ പറഞ്ഞു, സാറൊന്ന് എൻ്റെ ഭർത്താവിനെ വിളിക്കണം. ഞാൻ വിളിക്കില്ല, എന്നിട്ട് എന്നോട് പൂജ കഴിക്കാൻ വരാൻ പറഞ്ഞാൽ എനിക്ക് വേറെ ഒത്തിരി പണിയുണ്ട്. അല്ല, അദ്ദേഹത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കാം. നിങ്ങൾ ജഡ്ജിയല്ല, നിങ്ങൾ ഈശ്വരനുമല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. തന്നെത്താനെ തലയ്ക്കുണ്ടാവുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ശരിക്കും നിങ്ങൾ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെയാണ് നിങ്ങളിലുള്ള ദൈവീകത്വം. അല്ലാണ്ട് ഞാൻ തന്നെ ഈശ്വരനാണെന്ന് പറഞ്ഞ് ഭസ്മം ഇവിടം മുതൽക്ക് ഇവിടം വരെ വാരി ഒരു രുദ്രാക്ഷവും കഴുത്തി കെട്ടിയിട്ട് തലമുടിയും കെട്ടിയിട്ട് 1.5 ഏക്കർ വലിപ്പമുള്ള ഒരു കുങ്കുമപ്പൊട്ടും തൊട്ടിട്ട് ലെഫ്റ്റും റൈറ്റും നടക്കുന്നതാ ഭക്തി. ഇതൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക ഇതൊക്കെയാണ് ഭക്തി എന്നുള്ളത്. എന്നിട്ട് അമ്പലത്തിൽ അങ്ങ് വഴിപാടിന് കൊടുക്കാം. എന്താ അമ്പലത്തിന് വഴിപാടിന് കൊടുത്തത്? ഞാൻ കൊടുത്തു, നല്ല കടുമധുര പായസത്തിന് കൊടുത്തു. ഈശ്വരൻ തിന്നില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കൊടുത്തത് അല്ലേ? അതിമധുര പായസത്തിന് വഴിപാടിന് കൊടുക്കാൻ കാരണം എന്താ? ഈശ്വരൻ തിന്നിട്ട് അടുത്ത ദിവസം പകുതിയെ തിരിച്ചു കൊടുത്തുള്ളൂ എങ്കിൽ പറയും പറ്റില്ല, മറ്റേ അമ്പലത്തിൽ ഫുൾ തരും, ഈ അമ്പലത്തിൽ പകുതിയേ തരുള്ളൂ. അത് കാരണം നമുക്ക് ഈ അമ്പലത്തിൽ വഴിപാട് വേണ്ട. എത്ര വീട്ടിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടാണ് ഉണ്ണിയപ്പം വഴിപാടിന് കൊടുക്കുന്നത്. 7 പേര് വീട്ടിലുണ്ട്, 3 വെച്ചിട്ട് 21, അപ്പോൾ 25 വഴിപാടിന് കൊടുക്കാം. 2 പേരേ ഉള്ളൂ എങ്കിൽ 3 വെച്ച് 6 എണ്ണം, അപ്പോൾ 9 എണ്ണം മതി. അല്ലാതെ ഈശ്വരനെ തിന്നാനാണെങ്കിൽ 9ഉം 27 മാറിക്കൊണ്ടിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ഉപനിഷത്ത് മന്ത്രം നോക്കുക, വേദമന്ത്രം നോക്കുക. സയൻസും ആത്മീയതയും ഒരുമിച്ച് ചേരണം. ആത്മീയതയും കണ്ണടച്ച് നാമം ജപിക്കലും. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂരപ്പാ കൃഷ്ണ പൂർണ്ണത്രേശ രക്ഷിക്കണേ, എനിക്ക് ഇതുവരെ റേഷൻ കാർഡ് കിട്ടിയില്ലേ. ലാസ്റ്റ് പറഞ്ഞതാ വെപ്പ് ശ്രീകൃഷ്ണനെ റേഷൻ കാർഡ് കൊടുക്കുന്ന ആളാക്കി മാറ്റിയത്. അപ്പം നമ്മളിങ്ങനെ താഴ്ത്തുക ചിലതൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി. ഇതൊക്കെ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ധരിക്കരുത്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് ഈ അബദ്ധം പറ്റുക. ഇത് വഴിപാട് വേണം, അപ്പം വഴിപാടിന് കൊടുക്കണം, പായസം വഴിപാടിന് കൊടുക്കണം, പുഷ്പാഞ്ജലി വഴിപാടിന്, അതിൻ്റേതായിട്ടുള്ള സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ യജ്ഞവൽക്യ മഹർഷി ഇപ്പോൾ പറഞ്ഞ മന്ത്രത്തിലൂടെ പറഞ്ഞത്. അതായത് വിദ്യാംച അവിദ്യാംച രണ്ടും ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസത. ഉപാസത എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സനാതന ധർമ്മത്തിൽ കൊടുത്തിരിക്കുന്ന ഉജ്ജ്വലമായ സന്ദേശങ്ങൾ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷപ്രദമാക്കാനാണ്. മരണശേഷം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഒരു പിടുത്തമില്ല. തീർത്ഥവാദ മണ്ഡപത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് 7 വർഷമായിട്ട് ഞാനിങ്ങനെ പ്രഭാഷണം കൊടുക്കാറുണ്ട്. ഒരു മാസത്തിൽ 2 ക്ലാസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത് അടുത്തായിട്ടാണ്. അപ്പോഴാണ് ഒരു യുക്തിവാദി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. യുക്തിവാദിയാണെന്ന് തോന്നുന്നു, മുഖം കണ്ടാൽ അങ്ങനെ തോന്നും. ചിലരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം ലെഫ്റ്റിസ്റ്റാണോ റൈറ്റിസ്റ്റാണോ മിഡിൽ ഈസ്റ്റാണോ എന്നൊക്കെ. ഏതായാലും ഞാൻ വന്ന് ചോദിച്ചു, സാർ മരണത്തിന് ശേഷം ആത്മാവ് എവിടേക്കാണ് പോവാണ് സാർ? കുഴപ്പമില്ല, ജീവിച്ചിരിക്കുമ്പോൾ നിരന്തരം കള്ളുഷാപ്പിലേക്ക് പോയിട്ടുള്ള പരിചയമാണെങ്കിൽ മരണശേഷവും അത് കള്ളുഷാപ്പിൽ തന്നെ പോകും. ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് നിരന്തരം ഹോട്ടലിൽ പോയിട്ടുള്ള പരിചയമാണെങ്കിൽ മരണശേഷവും അത് ഹോട്ടലിൽ തന്നെ പോകും. ഇങ്ങനെയാണല്ലോ ഈ ആത്മാവിന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് എങ്ങോട്ടാണോ അവിടേക്ക് തന്നെ ആയിരിക്കും അത് പോവുക. അപ്പോൾ ഞാൻ പോക്കോട്ടെ സാർ. എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കള്ളുഷാപ്പിൽ പോകാറുണ്ട്. ഞാൻ എൻ്റെ ആത്മാവ് കള്ളുഷാപ്പിൽ പോകുന്നുണ്ട്, നാളെ മുതൽക്ക് ഞാൻ പോകണില്ല. നന്നായി, തനിക്കെങ്കിലും ഏറ്റല്ലോ, ബാക്കി ആർക്കും ഏൽക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് തോന്നാറുണ്ട്. സാരമില്ല കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ പൈതൃകത്തിൽ നൽകിയിരിക്കുന്ന സന്ദേശം അക്ഷരാർത്ഥത്തിൽ യുക്തിക്ക് നിരക്കുന്നതാ. യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. ഇത് മുഴുവനും ജീവിതത്തിൽ പകർത്തിയേക്കല്ലേ. ഈ ലെവലിൽ പകർത്തിയവരുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ ഈ ശ്ലോകം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര കാലം ജീവിക്കുന്നു? യാവത് ജീവേത് സുഖം ജീവേത്, സുഖമായിട്ട് ജീവിക്കുക.
ഋണം കൃത്വാ ഘൃതം പിബേത്. കടം മേടിച്ചിട്ടാണെങ്കിലും നെയ്യ് കൂട്ടി ഊണ് കഴിക്കാം. കടം മേടിച്ചിട്ടാണെങ്കിലും നെയ്യ് കൂട്ടി ഊണ് കഴിക്കാം. ഭസ്മീഭൂതസ്യ ദേഹസ്യ, ഈ ശരീരം ഒരിക്കൽ ഭസ്മമായി പോയി കഴിഞ്ഞാൽ പുനരാഗമനം കുത, പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമൊന്നുമില്ല, പുനർജന്മവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. മണ്ണാങ്കട്ട വെച്ചാൽ മനസ്സിലായല്ലോ ഇല്ലേ? സോയിൽ കേക്ക്, ഒരു മണ്ണാങ്കട്ടയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ചങ്കൂറ്റത്തോടു കൂടി പറയാൻ പറ്റിയ ഋഷിവര്യന്മാർക്ക് ജന്മം നൽകിയ ഒരു നാടാണിത്. അതറിയാതെയാണ് നമ്മളെ നിഷേധിച്ചത്, നമ്മളെ പുച്ഛിച്ചത്, നമ്മളെ അവഹേളിച്ചത്, നമ്മളെ അപകീർത്തിപ്പെടുത്തിയത്. ഇവിടെ ഉള്ളത് സവർണരുടെയാണെന്ന് നമ്മൾ പറഞ്ഞ് അവഹേളിച്ചു, ഇവിടെ ഉള്ളത് പിന്തിരിപ്പനാണെന്ന് പറഞ്ഞ് അവഹേളിച്ചു. ഒന്ന് ബൈബിൾ വായിച്ചു നോക്കുക, ഒന്ന് ഖുർആൻ വായിച്ചു നോക്കുക, ലോകത്തിലെ ഏത് മതഗ്രന്ഥം വായിച്ചു നോക്കുക. അറിഞ്ഞുകൊണ്ട് ഞാനൊരു വാക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഉപനിഷത്തുക്കളും വേദങ്ങളുമായിട്ട് അതിൻ്റെ സന്ദേശം കമ്പയർ ചെയ്താൽ അത് ഒരു ചെറുകഥ മാതിരി ഉണ്ടായിരിക്കും. ഇതാണെങ്കിൽ അനാദിയായ മഹാകാവ്യം പോലെ ഇതിനകത്തുണ്ടാവും. ഒരു വരി ഇതിലുള്ളത് ഇന്നത്തെ ലോകത്തിന് യോജിക്കാത്തത് എന്ന് പറയാനുണ്ടാവില്ല. അതിനകത്ത് ഇന്നത്തേക്ക് യോജിക്കുന്നത് എന്ന് പറയാൻ ഒരു വരി ഉണ്ടാവില്ല. അതാണ് സത്യത്തിൽ പറഞ്ഞാൽ. പിന്നെ ദൈവഭയം കൊണ്ട്, ദൈവത്തിനെ പേടിച്ചുകൊണ്ട് പലതും ചെയ്യാം. ഇവിടെ ദൈവത്തിനെ ഒരാൾക്ക് പേടിയില്ല. കാരണം ദൈവത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ ഇപ്പോഴും പോപ്പ് അംഗീകരിച്ചിട്ടില്ല പരിണാമ സിദ്ധാന്തം. ഇവിടെ നമ്മൾ പരിണാമ സിദ്ധാന്തം പതഞ്ജലി മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാത്, ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ്. പതഞ്ജലി മഹർഷി 2300 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അവിടെ ഇപ്പോഴും ഭൂമി പരന്നതാണെന്ന് പോപ്പ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, കാരണം ഇപ്പോൾ പോപ്പിനെ ആരും ബഹുമാനിക്കാറില്ല, അത് കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഭൂമി ഉരുണ്ടതാണെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു. മൃത് ജലശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. അവരിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യനാ കറങ്ങുന്നതിന്. നമ്മൾ വ്യക്തമായിട്ട് അന്ന് പറഞ്ഞിരുന്നു, കു ആവർത്താശ്ചാവി നക്ഷത്ര, ഭൂമിയുടെ ആവർത്തിച്ചുള്ള ഭ്രമണം കൊണ്ടാണ് ദിവസം ഉണ്ടാകുന്നത്. എന്ത് സയൻറ്റിഫിക് ആയിരുന്നു ഈ നാട്ടിലെ ഒബ്സർവേഷൻ. നമ്മൾ ഈ സനാതന ധർമ്മത്തിൻ്റെ സന്ദേശം നിങ്ങൾ അറിയണം. ഈ രാഷ്ട്രത്തിൽ മാത്രം നെഗറ്റീവിനെ പോസിറ്റീവാക്കിയത്, ഈ രാഷ്ട്രത്തിൽ മാത്രം നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവാക്കി. നിങ്ങൾക്കറിയാം, രാമായണം 24,000 ശ്ലോകമുണ്ട്. ഈ രാമായണം ഉണ്ടാവാൻ കാരണം ആരാണ്? മന്ദര. മന്ദര ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? കൈകേയി മിണ്ടാതിരിക്കും. അടുത്ത ദിവസം ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കും. 1 വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ 1-ാം വാർഷികം. 5 വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ 5-ാം വാർഷികം. ഈശ്വരാനുഗ്രഹം കൊണ്ട് അന്ന് ഇലക്ഷൻ ഇല്ല. അത് കാരണം ഇങ്ങനെയുള്ള മന്ത്രിമാരൊന്നും പേടിക്കണ്ട. പിന്നെ 25 വർഷം കഴിയുമ്പോൾ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി. ആരുടെ? ശ്രീരാമൻ്റെ. ഒരു 10, 70, 80 വർഷം കഴിയുമ്പോൾ മാതൃഭൂമിയുടെ 8-ാമത്തെ പേജിൽ വരും, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു. രാമായണം എത്ര പേജ് ഉണ്ടാവും? ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോവില്ല, അഹല്യയ്ക്ക് മോക്ഷമില്ല, അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ താമസിക്കില്ല, വിശ്വാമിത്രൻ്റെ യുദ്ധത്തിനൊന്നും പോവില്ല, രാവണന് ഒരു കുഴപ്പമില്ല, ഇന്നത്തെ മാതിരി സുഖമായിട്ട് അവർ ജീവിക്കും. എല്ലാം കൂടി ചേർത്ത് ഞാൻ രാമായണം കൂടി വന്ന 20 പേജ്. ആ മന്ദര എന്ന നെഗറ്റീവ് കഥാപാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രാമായണം 24,000 പേജായി മാറിയത്. ഇന്ന് മന്ദരയില്ല, കൈകേയിയില്ല, കൗസല്യയില്ല, ഭരതനില്ല, ശത്രുഘ്നനില്ല, രാമനില്ല, ദശരഥനില്ല. പക്ഷെ ഒന്നുണ്ട്, രാമായണം. രാമായണം ഇന്നുമുണ്ട്. രാമായണം മാറിയിട്ടില്ല. അതേ രാമായണം ഇന്നുമുണ്ട് എന്നുള്ളത് ഓർക്കാം. നെഗറ്റീവിനെ പോസിറ്റീവാക്കിയ സനാതന ധർമ്മ സന്ദേശം എന്നും അതാണ്. മഹാഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം, 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം ഉണ്ടാവാൻ കാരണം ശകുനി മാമ. ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ പാണ്ഡവർ ജയിക്കുന്നുറപ്പാ. പാണ്ഡവർ ജയിച്ചാൽ പിന്നെ അടുത്ത ദിവസം ഒരു മന്ത്രിമാരാവും. പിന്നെന്താ ഈ നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പം യഥാർത്ഥത്തിൽ ആ കള്ളച്ചൂതിനെ പോസിറ്റീവാക്കാൻ സാധിച്ചു എന്നുള്ളത് ഭാരതത്തിൻ്റെ പ്രത്യേകത. ഭാഗവതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാനങ്ങ് തെറ്റിദ്ധരിക്കുന്നു. വീണ്ടും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഭാഗവതം കേട്ടവർക്ക് ആദ്യത്തെ ദിവസത്തെ കേൾവിയിൽ അറിയാം. പരീക്ഷിത്ത് മഹാരാജാവിന് ശാപം കിട്ടാൻ കാരണം എന്താണ്? ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടപ്പോൾ ശമീകൻ്റെ പുത്രൻ ഗവിജാതൻ അഥവാ ശൃംഗി, ഈ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരാണോ ചത്ത പാമ്പിനെ ഇട്ടത് ആ വ്യക്തി 7 ദിവസത്തിനകം
തക്ഷകൻ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന് പറയും. നമ്മളൊക്കെ 7-ാം ദിവസമല്ലേ ഈ മരിക്കണത്, ഓർത്തിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ ഞായറാഴ്ച, അല്ലെങ്കിൽ തിങ്കളാഴ്ച, അല്ലെങ്കിൽ ചൊവ്വാഴ്ച, അല്ലെങ്കിൽ ബുധനാഴ്ച, അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ശനിയാഴ്ച. 7 ദിവസമേ ഉള്ളൂ നമുക്ക്. ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ മരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്നൊരു ശാപം. ആ തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ശാപമാണ് 12 സ്കന്ധങ്ങളുള്ള ഭാഗവതം രചിക്കപ്പെടാൻ കാരണം. ഈ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവാക്കി. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഷിക്കാഗോയിൽ പോയിരുന്നു. അപ്പോൾ ഷിക്കാഗോയിൽ പോയപ്പോഴാണ് വലിയ രസകരമായിട്ടുള്ള കാര്യം മനസ്സിലായത്. 3 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ നിന്ന് പ്രസംഗിച്ച 100 വർഷങ്ങൾക്ക് മുൻപ് സ്വാമി വിവേകാനന്ദൻ നിന്ന് പ്രസംഗിച്ച ആ ഓഡിറ്റോറിയം ഉള്ളതിൻ്റെ മുമ്പിലത്തെ റോഡിന് 3 വർഷം മുമ്പ് സ്വാമി വിവേകാനന്ദ റോഡെന്ന് പേരിട്ടു. ആ വലിയ റോഡാണ്, ഷിക്കാഗോയിലെ ഏറ്റവും വലിയ റോഡാണ്. അതിൻ്റെ പേര് അടുത്ത കാലത്ത് സ്വാമി വിവേകാനന്ദ റോഡെന്നാക്കി മാറ്റി. അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ പോയി അതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. ചിലപ്പോൾ എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, വെറുതെ ഒരു രസത്തിന്. അപ്പോൾ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാനൊന്നും ഈശ്വരാനുഗ്രഹം കൊണ്ട് പറ്റിയില്ല. ഏതായാലും അവിടെ ചെന്ന് കാണാൻ സാധിച്ചത് ആ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രഭാഷണം നടത്തിയത് എന്തുകൊണ്ട്? മെക്കോളെ പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത് കൊണ്ട്. ഇവിടെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ വിവേകാനന്ദൻ അവിടെ ചെന്ന് എന്തിനാ പ്രസംഗിക്കുക? ഇന്ത്യയിൽ പ്രസംഗിക്കുക. അടൽ ബിഹാരി വാജ്പേയി പറയുന്ന മാതിരി. അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുന്നതിനിടയ്ക്ക് പുറത്തു പോയി ചായ കുടിച്ച് വരാനുള്ള നേരമുണ്ട്. ഭായിയോ അവർ ബഹനോ, പിന്നെ കുറേ നേരം കഴിഞ്ഞ് അടുത്ത വാക്ക് വരിക. മുട്ടിലെ വേദന മാത്രമല്ല, നാക്കിലും വേദന ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അദ്ദേഹം UNO ചെന്ന് പ്രസംഗിച്ച മാതിരി അവർക്കും ഒന്നും മനസ്സിലായില്ല, ഇങ്ങർക്കും ഒന്നും മനസ്സിലായിരുന്നില്ല. നേരത്തെ തന്നെ അവർക്ക് കേട്ടിട്ട് മനസ്സിലായില്ല, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറയുമ്പോൾ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടാണ് അവർ മനസ്സിലാക്കിയത് എന്തോ വലിയ കാര്യമാണ് ഇങ്ങനെ പറയണത്. ഏതായാലും ഈ വിവേകാനന്ദൻ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ സാധിച്ചതും, അരവിന്ദ മഹർഷിക്ക് സാവിത്രി എന്ന പുസ്തകം എഴുതാൻ സാധിച്ചതും, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഉജ്ജ്വലമായ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാക്കിയിട്ട് നോബൽ സമ്മാനം കൊടുക്കാൻ സാധിച്ചതുമൊക്കെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ വന്നതുകൊണ്ടാണ്. ഞാൻ ഇംഗ്ലീഷിന് അടിമുടി എതിരാണ്, പക്ഷേ ഇന്ത്യക്കാർ ഇംഗ്ലീഷിനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ആ നെഗറ്റീവായിട്ടുള്ള ഇംഗ്ലീഷിനെ വെച്ചുകൊണ്ട് താടിക്ക് കയ്യും കൊടുത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടൊന്നും ഇരുന്നില്ല. ഈ ഇംഗ്ലീഷ് ചൈനക്കാർക്ക് അറിഞ്ഞൂടാ. അത് കാരണം ചൈനക്കാർ ലോകത്തിൽ എവിടെ ചെന്നാലും അവർക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും പറയാൻ സാധിക്കില്ല. ഡുഷു ഡുഷു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞാൽ കേൾക്കാം. ഒരു വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അവർക്ക്. അതുകൊണ്ട് ഇന്ത്യക്ക് ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ സാധിച്ചു. ഇത് ഈ നാടിൻ്റെ പ്രത്യേകത. 850 വർഷം വിദേശികൾ ഭരിച്ച് ഈ നാടിനെ താഴിപ്പണമാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഇത് ആ ജ്വാലയിൽ നിന്ന് ഉണർന്ന് ചൈതന്യവത്തായി നിലനിൽക്കുന്നു. 62 വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ മൊത്തം ക്രിസ്ത്യാനികളാക്കി മാറ്റാൻ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചു. ഇവിടെ 250 വർഷം ഭരിച്ചിട്ടും 250 വർഷം ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഭരിച്ചിട്ടും കൊന്നു കുഴിച്ചു മൂടിയിട്ടും തകർത്ത് തരിപ്പണമാക്കിയിട്ടും ഈ നാട്ടിൽ 2% ജനങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ പറ്റിയത്. ഇപ്പം ക്രിസ്ത്യാനികൾക്ക് തോന്നിത്തുടങ്ങി തിരിച്ചു പോകണോ എന്ന്. മലയാറ്റൂർ പള്ളിയിലേക്ക് ഇരുമുടി കെട്ടും കെട്ടിയിട്ടും മലയാറ്റൂരപ്പ ശരണം കാവ്യമുണ്ട്, രുദ്രാക്ഷമാല വഴി കൂടെ പോകുന്ന കാണുമ്പോൾ തോന്നിയത് ശബരിമലയ്ക്കാണോ മലയാറ്റൂരിലേക്കാണോ? ഒരു പ്രശ്നമില്ല. ഇറങ്ങി ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മലയാറ്റൂർക്കാണ് പോകണേ. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് അമ്പലം മാതിരിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പള്ളി. പണ്ട് ദേവസ്യ എന്ന് പറയുന്ന ആൾ ക്രിസ്തു ഭാഗവതം എഴുതി. ഒരു ക്രിസ്ത്യാനിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് വായിച്ചിട്ടില്ല. ഏതായാലും ഇപ്പം ക്രിസ്തു സഹസ്രനാമമൊക്കെ വരണ്ട. ഇപ്പം മാറ്റങ്ങൾക്ക് ഇനി ക്രിസ്തു ലക്ഷാർച്ചനയായിരിക്കും. പിന്നെ നമ്മളെപ്പോലെ തന്നെ ഓരോന്നും. ഏതായാലും ചില പള്ളികളിൽ അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. ഇനി കുത്തുവാള എടുക്കാൻ വേറെ ഒന്നും വേണ്ട. അത് കേട്ടപ്പോൾ സന്തോഷമായി. ഇനി അവരും നേരെ അടിപിടി കൂടിക്കോളും. അതൊരെണ്ണം വന്നാൽ പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കാൻ അത് മതി എല്ലാവർക്കും. ഏതായാലും നല്ലൊരു മാറ്റം. അവിടെ ചില സ്ഥലത്ത് കൊടിമരം വരുന്നുണ്ട്, ചില സ്ഥലത്ത് പഞ്ചവാദ്യം പാണ്ടിമേളം. തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം 5 ആനപ്പുറത്ത് വരുന്നുണ്ട്. പള്ളിയിൽ നിന്നാണോ അമ്പലത്തിൽ നിന്നാണോ എന്ന് 2 പ്രാവശ്യം ചോദിക്കണം. കാരണം അതിനകത്ത് വിഗ്രഹമുണ്ട്, തടമ്പുണ്ട്, വെഞ്ചാമരമുണ്ട്, ഇതുണ്ട്. മുമ്പിലാണെങ്കിൽ മൊത്തം പഞ്ചവാദ്യം. എല്ലാത്തിൻ്റെയും നെറ്റിയിൽ ചന്ദനമുണ്ട്, ഒരു വിഷമമില്ല. ചിലതിന് പൂണൂലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം നോക്കുമ്പോഴാണ് കുരിശ് ആനപ്പുറത്ത്. ഓ അത് ശരി, ഇത് പള്ളിയിൽ നിന്നാണ്.
അപ്പോൾ ഈ പൂണൂലിട്ടതും ഇതൊക്കെ തുള്ളുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം ഒരേപോലെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യം ഇല്ല എന്ന് പറയും. എന്തൊരബദ്ധമല്ലേ! ശരിക്കും ഐക്യം ഇല്ലാത്തത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അല്ലേ? നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കാം. ക്രിസ്ത്യാനികൾക്ക് എത്ര ജാതിയാണ് കേരളത്തിലുള്ളത്? 146. ഇപ്പം എല്ലാവരും ഓരോന്നും ഉണ്ടാക്കണ്ട. എന്നോടും പറഞ്ഞു ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ തന്നെത്താനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കുറേ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വേണ്ട, തൽക്കാലം ഇവിടുത്തെ കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ വരാമെന്ന് പറഞ്ഞു. എത്ര ലക്ഷം വേണമെങ്കിൽ തരാൻ തയ്യാറാണ്, ബ്ലാങ്ക് ചെക്കാ, 10, 20, 30 ഒരു പ്രശ്നമില്ല. ഗോപാലകൃഷ്ണൻ്റെ ഇപ്പുറത്ത് പോൾന്നോ ജോർജെന്നോ ഇട്ടാൽ മതി, ഗോപാലകൃഷ്ണനും കളയാൻ പോകണ്ട, എന്നെ എന്നുള്ളതിന് നെട്ടയെന്നോ എന്തെങ്കിലും ചേർത്താൽ മതി. ഏതായാലും എല്ലാം കഴിഞ്ഞ് കാണാൻ സാധിക്കാം. കത്തോലിക്കൻ്റെ പള്ളിയിൽ മാർത്തോമാക്കാരൻ കയറില്ല കേട്ടാ, മാർത്തോമയുടെ പള്ളിയിൽ ജാക്കോബൈറ്റ് കയറില്ല, ജാക്കോബൈറ്റിൻ്റെ പള്ളിയിൽ സിറിയൻ കത്തോലിക്കൻ കയറില്ല, സിറിയൻ കത്തോലിക്കൻ്റെ പള്ളിയിൽ ലാറ്റിൻ കത്തോലിക്കൻ കയറില്ല, ഇതിൻ്റെ ഒന്നിൻ്റെ പള്ളിയിൽ സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് കയറില്ല, ഇതിൻ്റെ ഒന്നിൻ്റെയും പള്ളിയിൽ സാൽവേഷൻ ആർമി കയറില്ല, ഇതിൻ്റെ ആരുടെയും പള്ളിയിൽ സിലോൺ പെന്തക്കോസ്ത് കയറില്ല, സിലോൺ പെന്തക്കോസ്തിൻ്റെ പള്ളിയിൽ ഇന്ത്യ പെന്തക്കോസ്ത് കയറില്ല, ഇതിവിടെ ഫുൾ സുവിശേഷ സഭ കയറില്ല, ഇത് ഒരെണ്ണം കയറില്ല. ഒറ്റ യേശു ക്രിസ്തു, ഒറ്റ കുരിശ്, ഒറ്റ ബൈബിള്, ഒന്നും പരസ്പരം കയറില്ല. ഇവിടെയോ 30 കോടി ദേവന്മാർ, എല്ലാവരും ഒരേപോലെ കയറും. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച സുന്ദരേശ്വര ക്ഷേത്രത്തിൽ കണ്ണൂരാ താമസിച്ചിരുന്നത്. അകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് പൂജാരിക്ക് പൂണൂലില്ല. അപ്പോഴാണ് മനസ്സിലായത് SNDP ആണ്. നന്നായി, അടിപൊളിയായി. ഞാൻ പൂണൂലിട്ടുകൊണ്ട് അകത്തേക്ക് കയറിയത്. അകത്ത് ധാരാളം പൂണൂലിട്ടവരുണ്ട്. പൂജാരി പൂണൂലിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പം ആർക്കും ഇല്ല. നമ്മളെല്ലാവരും, അവിടെ നമ്പൂതിരിയും കയറിയിട്ടുണ്ട്, അവിടെ എമ്പ്രാന്തിരിയും കയറിയിട്ടുണ്ട്, നായരും കയറിയിട്ടുണ്ട്, എല്ലാവരും കയറിയിട്ടുണ്ട്. ഒരൊറ്റ അമ്പലത്തിനകത്ത് എല്ലാ ജാതിക്കാരും കയറുന്നു. ഈ അമ്പലത്തിനകത്ത് വരുന്നവരാരൊക്കെയാ നോക്കുക, നിങ്ങളുടെ ഇടതും വലതും സൈഡിലുള്ളവരാരൊക്കെയാ? മാർത്തോമ ഇല്ല, ഓർത്തഡോക്സ് ഇല്ല, പെന്തക്കോസ്ത് ഇല്ല, പല തല ഗുളികൻ, ജിന്ന് എന്നൊക്കെ പറഞ്ഞില്ലേ, വേട്ടയ്ക്ക് ഒരു മകൻ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ആവാഹിച്ച് കളയുന്നത്. അങ്ങനെയുള്ള 146 എണ്ണം ഉണ്ട് അവിടെ. ഏതായാലും ഒന്നും പരസ്പരം ചേരില്ല. എന്നിട്ടാണ് റാന്നി പള്ളിയിൽ 12 വർഷമായി മൊത്തം പോലീസാണ്. എന്തൊരൈക്യാണ്! നിങ്ങൾ കാസർഗോഡ് എന്നാൽ അറിയാം, 2 മതവിഭാഗങ്ങൾ പരസ്പരം അടിച്ച് അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആരാ അടിച്ചത്? അടിച്ചത് മുജാഹിദീനും അതുപോലെ തന്നെ സുന്നിയും തമ്മിലാണ് അടിച്ചത്. ഇറാനും ഇറാഖും തമ്മിൽ ഒറ്റ അല്ലാഹു, ഒറ്റ ഖുർആൻ, ഒറ്റ അറബി ഭാഷ. അടിക്കുന്നത് 2 മുസ്ലിം. പാകിസ്ഥാനിൽ ബോംബ് പൊട്ടിച്ചതാര്? സുന്നി, ചത്തതാര്? ഷിയ. ആരുടെ മക്കളാണ്? ഒന്ന് മുഹമ്മദ് നബിയുടെ അനുയായികൾ, മറ്റൊന്ന് മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യയുടെ അനുയായികൾ, മറ്റൊന്ന് മുഹമ്മദ് നബിയുടെ 11ാമത്തെ ഭാര്യയുടെ, മറ്റൊന്ന് മുഹമ്മദ് നബിയുടെ 2ാമത്തെ ഭാര്യയുടെ മകൻ്റെ അനുയായികൾ. ഒന്ന് ഷിയ, ഒന്ന് സുന്നി, ഒന്ന് അഹമ്മദിയ, ഒന്ന് മുജാഹിദീൻ. ഇനിയുള്ള പേരുകളൊന്നും എൻ്റെ വായിൽ വരില്ല. കുറേ പഠിക്കാൻ നോക്കി, മന്ത്രം വന്നാലും ഇത് വരണില്ല. 14 വിഭാഗമുണ്ട്, ഒരെണ്ണം പരസ്പരം കണ്ടുകൂടാ. എവിടെയാണ് ഐക്യമുള്ളത്? നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുക ഹിന്ദുക്കൾ തമ്മിൽ ഐക്യമില്ല. പിന്നെ നാരായണ പണിക്കരും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ, അതിപ്പോൾ ഒരാൾ 10,000 രൂപയുടെ കേസ് കൊടുത്തു, മറ്റാൾ 1,00,000 രൂപയുടെ കേസ് കൊടുത്തു. 2 പേർക്കറിയാം അത് കിട്ടാൻ പോണില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കേസുകളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ഇവിടെ എവിടെ ഐക്യത്തിൻ്റെ കുറവുള്ളത്? ഇത് സനാതനധർമ്മത്തിൻ്റെ സന്ദേശമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയുക ചെയ്തത്. അപ്പം നമ്മുടെ നാട്, നമ്മുടെ ധർമ്മധാര, നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ സന്ദേശങ്ങൾ അവാച്യമാണ്. എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഈ സനാതനധർമ്മ സന്ദേശം വലിയൊരു സബ്ജക്റ്റാണ്. ഒരു സബ്ജക്റ്റ്, ആചാരങ്ങൾ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം മൊത്തം വിവരിക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുക. ഇന്നെനിക്ക് മുകളിൽക്കൂടെ പോകാനേ സാധിക്കുള്ളൂ. ഉപനിഷത്ത് മന്ത്രങ്ങളുടെ സന്ദേശം, വേദമന്ത്രങ്ങളുടെ സന്ദേശം, രാമായണത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ സന്ദേശം 1-2 വരികൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം വലിയ ഒരു സാഗരമാണ് ഇന്നത്തെ സബ്ജക്റ്റ്. എങ്കിലും ഓർമ്മിക്കാൻ ശ്രമിക്കുക. 1280 ഗ്രന്ഥങ്ങൾ, 10,000 വ്യാഖ്യാനങ്ങൾ, 1,00,000 ഉപാഖ്യാനങ്ങൾ, ഒരു 10,000 വർഷം എഴുതിയ ഗ്രന്ഥങ്ങൾ, 10,000കണക്കിന് ഋഷീശ്വരന്മാർ, ദേശത്തിനും കാലത്തിനും മതത്തിനും പ്രായത്തിനും ഭാഷയ്ക്കും അതീതമായി മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി എഴുതിയ സന്ദേശങ്ങൾ. ഒരുവനോടും വിദ്വേഷമില്ല, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഉജ്ജ്വലങ്ങളായ അറിവുകളുടെ, ഓരോ വ്യക്തിക്കും നിരക്കുന്ന വിധത്തിലുള്ള അറിവുകളുടെ ശാസ്ത്രവും ആത്മീയതയും സമന്വയിച്ചുകൊണ്ട് വിമർശന ബുദ്ധിയ വിശകലനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, പണ്ടുള്ളതും പുതിയതും ഒരുമിച്ച് ചേർക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, ആത്മീയതയും ശാസ്ത്രവും രണ്ടും വേണം ജീവിതത്തിൽ എന്ന് ഉപദേശിച്ചുകൊണ്ട്, എവിടെയെല്ലാം നല്ലതുണ്ടോ അത് മുഴുവനും സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, മാനവരാശിക്കെല്ലാം നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്,
ഒരാളും ദുഃഖിക്കുന്നവനായിട്ടുണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്ത് എടുക്കാൻ പറ്റുന്നത് മാത്രം എടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, അച്ഛൻ കുഴിച്ച കിണറായതുകൊണ്ട് അച്ഛനോട് ബഹുമാനം കാണിക്കാൻ ഉപ്പുവെള്ളമാണെങ്കിൽ കുടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വിപരീതങ്ങളെ പോസിറ്റീവുകളാക്കി മാറ്റിയ ഒരു രാഷ്ട്രത്തിൽ ജന്മം കൊണ്ട ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഇനി ഒരു 10 ജന്മമുണ്ടെങ്കിൽ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി തന്നെ ജനിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത്രയും മഹത്വമേറിയ ഒരു രാഷ്ട്രം. ഈ ജൂലൈ മാസം 12-ാം തീയതി ഞാൻ വാഷിങ്ടണിൽ ഉണ്ടായിരുന്നു. എനിക്കൊരു കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടി. അമേരിക്കൻ തലസ്ഥാനത്ത് അന്നാണ് വാഷിങ്ടണിലെ പാർലമെൻറ്റ്, അമേരിക്കൻ പാർലമെൻറ്റ് കൂടിയപ്പോൾ അരമണിക്കൂർ വേദം വായിച്ചിട്ടാണ് തുടങ്ങിയത്. രാജൻ സെത്ത് എന്ന വേദപണ്ഡിതൻ വായിച്ച് വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അമേരിക്കൻ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച കാലിഫോർണിയയിലെ സെനറ്റ് ഉദ്ഘാടനം ചെയ്തത് അരമണിക്കൂർ വേദമന്ത്രം ചൊല്ലി. 7 സംസ്ഥാനങ്ങളിലായി വേദമന്ത്രം ചൊല്ലി അവിടുത്തെ സെനറ്റ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ഭാരതം എന്ന രാഷ്ട്രത്തെ കാണാൻ ലോകത്തിലെ 97.3% ജനങ്ങൾ ആകാംക്ഷയോടുകൂടി നമ്മുടെ സംസ്കാരം പഠിക്കുന്നു. നമ്മുടെ ഭഗവത്ഗീത 186 യൂണിവേഴ്സിറ്റികളിലെ സിലബസിൻ്റെ ഭാഗമാക്കുന്നു. നമ്മുടെ വേദമന്ത്രം മാനസിക രോഗങ്ങൾക്കും ശാരീരികമായ സംഘർഷത്തിനും മറുമരുന്ന് എന്നുള്ളത് പോലെ നമ്മുടെ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കാൻ MIT-യും അതുപോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും അഡ്വക്കേറ്റ് ചെയ്യുന്നു. ന്യൂയോർക്കിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച, ഇക്കഴിഞ്ഞ ജൂലൈയിൽ. അന്ന് അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ കാർഡിയാക് സർജൻ ഡോക്ടർ മാർട്ടിനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടി. അദ്ദേഹം പറയുക, ഞാൻ ആരുടെയെല്ലാം ഹാർട്ട് സർജറി നടത്തുമ്പോഴും എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേദമന്ത്രങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുക. വേദമന്ത്രങ്ങൾ കേട്ട് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്റർ വളരെ നോർമലായതിനു ശേഷമാണ് ഞാൻ ഈ സർജറി നടത്തുക. അപ്പം നമ്മുടെ വേദമന്ത്രങ്ങൾ പോകുന്ന പോക്ക് നോക്കുക, എവിടെയെല്ലാം എത്തുന്നു. നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ യോഗ, നമ്മുടെ ആയുർവേദം, നമ്മുടെ പ്രാണായാമം, നമ്മുടെ വേദഗണിതം, നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ്, നമ്മുടേതായ സംഗീതം, നമ്മുടെ നൃത്യങ്ങൾ, സമസ്ത ഭാരതീയ അറിവുകളും ലോക ജനത രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 20-ാം നൂറ്റാണ്ട് അമേരിക്കക്കാരുടേതാണെന്നും 21-ാം നൂറ്റാണ്ട് ഇന്ത്യക്കാരുടേതാണെന്നും അസന്നിഗ്ധമായി സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലും അനാർബറിലും ലണ്ടനിലും പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതായിക്കൊണ്ടിരിക്കുന്നു. ഭാരതം സാമ്പത്തികമായി ഉയർന്നു, സാമൂഹികമായി ഉയർന്നു, മാനസികമായിട്ട് ഉയർന്നു, ഉയർന്നു, ശാസ്ത്രീയമായിട്ട് ഉയർന്നു, സാങ്കേതിക മണ്ഡലങ്ങളിൽ ഉയർന്നു. ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അജയ്യമായ ശക്തി വരുന്നു. ഇവിടെ അച്യുതാനന്ദൻ ഭരിക്കട്ടെ, മൻമോഹൻ സിംഗ് ഭരിക്കട്ടെ, ആര് ഭരിക്കട്ടെ ഭരിക്കാതിരിക്കട്ടെ, ഭാരതത്തിൻ്റെ പുത്രന്മാരായ നമ്മൾ ഓർമ്മിക്കണം. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും RSSിലുള്ളവരാണെങ്കിൽ കേരള കോൺഗ്രസ്സിലുള്ളവരാണെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അതിൽ തന്നെ തുടരുക. എന്നിട്ട് അവിടെയുള്ളവരുടെ അടുത്ത് ഈ സന്ദേശം പറഞ്ഞു കൊടുക്കാം, അവരെ മാറ്റാം. മൊത്തം നമുക്ക് ആൾക്കാരെ മാറ്റണം. സ്വാമി നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ഒരുവനെയും ചവിട്ടിപ്പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കണം. ഒരുവനെയും ചവിട്ടിപ്പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ച് അകത്താക്കണം. വാദിക്കാനും ജയിക്കാനും വേണ്ടി പഠിക്കരുത്. നാരായണ ഗുരുദേവൻ പറഞ്ഞു, അറിയാനും അറിയിക്കാനും വേണ്ടി പഠിക്കണം. ഭാരതീയ പൈതൃകം പഠിക്കാൻ ആവശ്യമായ കാസറ്റും CD-യും പുസ്തകവും സർവ്വതും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ തയ്യാറാണ്. കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ഓരോരുത്തർക്ക് എത്തിക്കാം. 2010 ഡിസംബർ 31-ാം തീയതി ആവുന്നതിന് മുമ്പ് 10 കോടി ജനങ്ങൾക്ക് നമ്മുടെ സന്ദേശം, ഭാരതീയ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ 100 മണിക്കൂർ സ്പീച്ച് ഉണ്ട്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ അപ്പോൾ തന്നെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഹെറിറ്റേജ് ഇന്ത്യ ന്യൂസിൽ കൊടുക്കാറുണ്ട്. അതെല്ലാം വായിക്കുമ്പോൾ ആത്മാഭിമാനത്തോടു കൂടി ഉയരാൻ സാധിക്കണം. കൂട്ടത്തിൽ ഒന്നുകൂടി നിങ്ങളോട് പറയാം, നിങ്ങൾ എന്തെങ്കിലും തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഗുരുവായൂർക്ക് വരുന്നുണ്ടെങ്കിൽ, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ മഴുവഞ്ചേരി ക്ഷേത്രമുണ്ട്, ഭാരതീയ വിദ്യാവിഹാര സ്കൂളുണ്ട്, നല്ലൊരു ഹെറിറ്റേജ് ലൈബ്രറി ഉണ്ട്, ഒരു മോഡേൺ ലൈബ്രറി ഉണ്ട്, അതുപോലെ തന്നെ അന്നക്ഷേത്രമുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, വീഡിയോ സെൻ്റർ ഉണ്ട്. അവിടെ വന്ന് കുറേ നേരം ഇരുന്ന്
നല്ലൊരു മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ക്രിസ്ത്യാനികൾക്കും മുസ്ലിമിനും ഹിന്ദുക്കൾക്കും വരാൻ സൗകര്യമുള്ള അൾട്രാ മോഡേൺ ടൈൽസ് ഇട്ടൊരു ക്ഷേത്രം, നല്ല ക്ഷേത്രം. ഇത് വളരെ നല്ല ഉജ്ജ്വലമായിട്ടൊരു ക്ഷേത്രമായിട്ട് കാണാൻ സാധിച്ചു. ആ ക്ഷേത്രത്തിൽ ദർശനത്തിനും എല്ലാമായി വരണം. ശിവരാത്രി ഇവിടെ ആഘോഷമുണ്ടെന്ന് കേട്ടു. അവിടെയും 2-ാം തീയതി മുതൽക്ക് 6-ാം തീയതി വരെ ശിവരാത്രി തീർത്ഥാടനമുണ്ട്. വീട്ടിൽ പ്രശ്നമുള്ളവർക്ക്, ദുഃഖമുള്ളവർക്ക്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നമുള്ളവർ, മക്കൾക്ക് പ്രശ്നമുള്ളവർ, അവിടെ എല്ലാം ഞങ്ങൾ 5-6 ഡോക്ടർമാർ നിരന്തരം നമ്മുടെ ആത്മീയവും സയൻറ്റിഫിക്കുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു മഹായജ്ഞം തന്നെ ഈ 4 ദിവസം അവിടെ നടത്തുന്നുണ്ടാവും. സകുടുംബം വരാനും കുറേ നേരം അവിടെ ഇരിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നന്മ നിറഞ്ഞ ആധുനിക സന്ദേശങ്ങളും നമ്മുടെ പൈതൃക സന്ദേശങ്ങളും പഠിച്ച് ധന്യമായ ഒരു കുടുംബജീവിതം നയിക്കാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസം 22, 23, 24, 25 തീയതികളിൽ, ഡിസംബർ 22, 23, 24, 25 തീയതികളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ശാസ്ത്ര 2007 എന്ന സെമിനാറാണ് 22-ാം തീയതി ആലുവായിൽ GSBY ഹാളിൽ രാവിലെ 9:30 മുതൽക്ക് 4:30 വരെ. 23-ാം തീയതി പെരുമ്പാവൂര് സീമ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽക്ക് വൈകുന്നേരം 4:30 വരെ. 24-ാം തീയതി മട്ടാഞ്ചേരി YNPTA ട്രസ്റ്റിൽ രാവിലെ 9:30 മുതൽ 5 വരെ. 25 ക്രിസ്മസിൻ്റെ അന്ന് എറണാകുളം ടൗൺ ഹാളിൽ ഇതേ സമയത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ വ്യത്യസ്ത പ്രഭാഷകർ നൽകുന്ന ഭാരതീയ പൈതൃകത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. നിങ്ങൾ കഴിയുന്നത്രയും എല്ലാ സ്ഥലത്തും പങ്കെടുക്കണമെന്നും അല്ലെങ്കിൽ ആലുവായിലും എറണാകുളം അതുപോലെ പെരുമ്പാവൂരിലും പങ്കെടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ രജിസ്ട്രേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി മാത്രമേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് 10 കോടി ജനങ്ങൾക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള മഹായജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഉടമസ്ഥരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ പ്രഗത്ഭരായ എൻ്റെ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം. മൃഗങ്ങൾക്ക് മനുഷ്യജന്മം കിട്ടുന്നു. എന്താണ് കാരണം? കൃത്യമായിട്ട് എനിക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വിവരിക്കാം. മൃഗങ്ങൾക്ക് മനുഷ്യജന്മം കിട്ടുന്നു എന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാൻഡായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് യുക്തിക്കും ശാസ്ത്രത്തിനും ബുദ്ധിക്കും നിരക്കുന്നതാവില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ സാധ്യത. ക്ഷേത്രങ്ങളിൽ യക്ഷിയെ ദേവതകളായി സങ്കല്പിച്ചിരിക്കുന്നു. യക്ഷി ഒരു ദുർദേവതയല്ലേ? യക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൾ എന്നാണ് യക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം. യക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും സൗന്ദര്യമുള്ളവൻ. ക്ഷയിക്കാത്ത സൗന്ദര്യമുള്ളവൻ ആരാണോ അവൻ യക്ഷൻ. ക്ഷയിക്കാത്ത സൗന്ദര്യമുള്ളവൾ ആരാണോ അവൾ യക്ഷി. യക്ഷി ദുർദേവതയല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. നമ്മൾ ഭയമുണ്ടാക്കുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് ദുർദേവതയെ സങ്കല്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ചോദ്യം. ക്ഷേത്രത്തിൽ പോകുന്നതിന് പകരമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഗുണം കിട്ടില്ലേ? കാരണം ദൈവം സർവ്വവ്യാപിയല്ലേ. എല്ലാ സ്ഥലത്തും വെള്ളമുണ്ടെങ്കിലും കിണറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കുക. എല്ലാ സ്ഥലത്തും വായു ഉണ്ടെങ്കിലും നമ്മുടെ കാറിൻ്റെ ടയറിന് എയർ അടിക്കാൻ എല്ലാ സ്ഥലത്തും വായു ഇല്ലേ? നേരിട്ട് അടിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ കാറിലെ ടയറിന് എയർ കയറില്ല, സ്കൂട്ടറിൻ്റെ ടയറിനും കയറില്ല. എല്ലാ സ്ഥലത്തും എയർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് ഒരു വലിയൊരു മഹാകവിയെ പോലെ കവിയാണെന്ന് ധരിച്ച ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ പോയി, അതിൽ ലൈറ്റില്ലായിരുന്നു. അപ്പോൾ പോലീസ് രാത്രി പിടിച്ചിട്ട് പോലീസ് ചോദിച്ചു, താൻ എന്താണോ ലൈറ്റ് ഇല്ലാതെ പോകുന്നത്? അപ്പം ആർട്ടിഫിഷ്യൽ കവി പറഞ്ഞു, ഈ പ്രപഞ്ചമാകുന്ന ഗോളത്തിൽ, സൂര്യചന്ദ്രാദികൾ വിളങ്ങുന്ന ഗോളത്തിൽ, ഇത്രയും പ്രകാശോജ്വലമായ ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സൈക്കിളിൽ ലൈറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് കുഴപ്പമാണ് വരാൻ പോകുന്നത് പോലീസുകാരാ എന്ന് ചോദിച്ചു. പോലീസുകാരനും കവിയായിരുന്നു. ഈ പ്രപഞ്ചമാകുന്ന ഗോളത്തിൽ, ഭൂമിയാകുന്ന ഗോളത്തിൽ ഇത്രയും വായുവുള്ള സ്ഥിതിക്ക് നിന്റെ സൈക്കിളിൻ്റെ ടയറിൽ വായു ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് കുഴപ്പമാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എയർ ഊരി വിട്ടു. അതുകൊണ്ട് ഓർമ്മിക്കുക,
ചിലത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലം. അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. എല്ലാ സ്ഥലത്തും ഭക്ഷണമുണ്ടെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എല്ലാ സ്ഥലത്തും വെള്ളമുണ്ടെങ്കിലും കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നു, എല്ലാ സ്ഥലത്തും വായു ഉണ്ടെങ്കിലും ആവശ്യം അനുസരിച്ചിട്ട് അത് കൂടുതൽ ശക്തിയോടുകൂടി നൽകുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നത് പോലെ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ഈശ്വരനെ കാണാനല്ല നമ്മൾ പോകുന്നത്. എ ചർച്ച് ഈസ് എ പ്രയർ ഹാൾ ഫോർ ക്രിസ്ത്യൻസ്, a mosque is a prayer hall for Muslims, but a temple is not a prayer hall for Hindus. ഒരു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് പ്രയർ ഹാൾ അല്ല, മറിച്ച് ക്വാണ്ടം ഹീലിംഗ് സെൻ്ററാണ്, എനർജൈസേഷൻ സെൻ്ററാണ് ക്ഷേത്രം. നമ്മൾ പ്രാർത്ഥനാലയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര, ഡീഗ്രഡേഷനിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കുന്നത് ഏതാണോ അതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം എനർജൈസേഷനാണ്, പ്രാർത്ഥനയല്ല. പ്രാർത്ഥന അതിനകത്തെ ചെറിയ ഒരു കാര്യം മാത്രം. ഭക്തി നിലനിർത്തുവാനുള്ള മാർഗങ്ങൾ എന്ത്? ഭക്തനായി തന്നെ തുടരുക. അപ്പോൾ ഭക്തി തന്നെത്താനെ നിൽക്കും. കുറേ കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക, ചിലതൊന്നും കിട്ടില്ല, അപ്പോൾ ഭക്തി തന്നെ പോകും. പിന്നെ എവിടെയെങ്കിലും കുളത്തിൽ വീഴും, അപ്പോൾ പ്രാർത്ഥിക്കുക, അപ്പോൾ രക്ഷപ്പെടും, അപ്പോൾ വീണ്ടും ഭക്തി ഉണ്ടാവും. ഭക്തി സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല, വിശപ്പ് മാതിരിയാണത്. എന്താ വിശപ്പ് മാതിരി? ഊണ് കഴിക്കുമ്പോൾ വിശപ്പ് പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിശക്കും. ഒരിക്കൽ ഊണ് കഴിച്ചാൽ തീരില്ലല്ലോ. അപ്പോൾ ഭക്തിയും അങ്ങനെ തന്നെ. ഇത് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. എപ്പോഴും ഭക്തി കൂടുന്നത് എപ്പോഴാണ് അറിയാമോ? ഭാര്യ കറിയൊക്കെ ഉണ്ടാക്കി താഴെ വെച്ച് വലത്തെ കയ്യിൽ ഒഴിച്ചൊന്ന് നക്കി നോക്കുമ്പോൾ ഉപ്പ് കൂടുമ്പോൾ ഭക്തി പെട്ടെന്ന് കൂടും. എൻ്റെ ഈശ്വര, ഇതെങ്ങനെയാണ് ഞാൻ ഭർത്താവിന് വിളമ്പി കൊടുക്കുന്നത്? അപ്പോൾ ഈശ്വരനെ നമ്മൾ വിളിക്കും. കയ്യും കാലും നിലത്തേക്ക് ഇറങ്ങുമ്പോൾ കാലൊന്ന് ചെറ്റിയിട്ട് നല്ലോണം ഒന്ന് ഒടിഞ്ഞാൽ അപ്പോൾ ഭക്തി കൂടും. ഈശ്വര, എൻ്റെ കാലിൽ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എൻ്റെ കാലിൽ ഇങ്ങനെയൊക്കെ വന്നത്? അല്ലാത്ത സമയത്ത് മകരജ്യോതിയില്ല, ശബരിമല ശാസ്താവും ഇല്ല, ദൈവവും ഇല്ല, ഈശ്വരനും ഇല്ല, ഒന്നുമില്ല. ബോംബെ ഡൈയിങ്ങിൻ്റെ സാരിയും എല്ലാവരും പറയുന്നു 916 ഞാൻ അണിയുന്നു, 916 പറഞ്ഞുകൊണ്ട് നടക്കും. അത്രയൊക്കെ മതിയെന്നേ, പരിധിക്കപ്പുറം ഭക്തി ഒന്നും വേണ്ട. ഈശ്വരന് തന്നെ തലവേദനയാവുന്നു ചിലരുടെ ഭക്തി കൊണ്ട്. ഇപ്പോൾ അതുകൊണ്ട് കുറേ വ്രതങ്ങൾ നോക്കുന്നതിൻ്റെ ശാസ്ത്രീയത എന്താ? അത് വെറും ഭക്ഷണ നിയന്ത്രണമാണോ? ഒരിക്കൽ എന്ന വാക്കും വ്രതം എന്ന വാക്കും രണ്ടും രണ്ടാണ്. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് പോവുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മൊത്തം നിയന്ത്രിച്ച് ഈശ്വരാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വ്രതം. ഒരിക്കലും വ്രതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെയാക്കിയിട്ട് ശരീരത്തിനെ കൺട്രോൾ ചെയ്യുക. വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്തിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ആത്മീയതയിലൂടെ നിയന്ത്രിക്കണം. നല്ലൊരു ചോദ്യമാണ്. ജപം ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ആത്മീയ ബലം കിട്ടുമോ? ജപത്തിനോട് എത്രത്തോളം വിശ്വാസമുണ്ടോ അതനുസരിച്ച് ആത്മീയ ബലം കിട്ടും. ജപം ആർട്ടിഫിഷ്യലായിട്ട് ചെയ്താൽ പലപ്പോഴും കിട്ടില്ല. ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, ഒരു നമ്പൂതിരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലപ്പുറത്ത് നമ്മുടെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ഒരു നമ്പൂതിരിയെ കാണാൻ പോയി. അക്കിത്തിരിയാണ്, അഗ്നിഹോത്രിയാണ്. അവിടെ ചെന്നപ്പോൾ നമ്പൂതിരി കട്ടിലിൽ കിടക്കാം, വയ്യ, 84 വയസ്സായി, തീരെ വയ്യാതെ കിടക്കാം. ഇവിടെ ചെന്നപ്പോൾ ചോദിച്ചു, എന്താ തിരുമേനി, കാര്യമൊക്കെ ഭംഗി, വയസ്സായി വയ്യ അല്ലേ? അപ്പോൾ ഈ നമ്പൂതിരി ബാലകൃഷ്ണൻ നായരോട് പറഞ്ഞു, ബാലകൃഷ്ണൻ നായരെ, ആകെ ദുഃഖമാണ്, വിഷമാണ്. എന്താ തിരുമേനിക്ക് പറ്റിയത്? ഇപ്പോൾ കിടപ്പായതുകൊണ്ട് എനിക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റണില്ല, കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗായത്രി ജപിക്കാൻ പറ്റണില്ല, അതുകൊണ്ടുള്ള ദുഃഖം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ബാലകൃഷ്ണൻ നായർ ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന തീർത്ഥവാദ മണ്ഡപത്തിൽ പറയുകയായിരുന്നു. ബാലകൃഷ്ണൻ നായർ സംസാരിക്കുന്നതും KR ഗൗരിയമ്മ സംസാരിക്കുന്നതും ഒരേപോലെയാണ്. ബാലകൃഷ്ണൻ നായർ സംസാരിക്കുക, എന്താ പറയുക, മനുഷ്യൻ്റെ ദുഃഖമില്ലാതെ ആവാനാ ഗായത്രി ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ നമ്പൂതിരിക്ക് ഗായത്രി മന്ത്രം തന്നെ ദുഃഖമായി തീർന്നിരിക്കുക. ഇപ്പോൾ ഇവരെയൊക്കെ ആരാ രക്ഷിക്കണേ? ആര് രക്ഷിക്കാനാ ഇവരെയൊക്കെ? അതായത് നമുക്ക് ഗായത്രി മന്ത്രം തന്നെ ദുഃഖമായി തീർന്നിരിക്കുന്നു. എന്തിനാ ഗായത്രി ജപിക്കണത്? ദുഃഖം ഇല്ലാതെ ആവാൻ. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. അത് ജപിക്കുന്നത് കൊണ്ട് ആർക്കാണോ സംരക്ഷണവും സന്തോഷവും ലഭിക്കുന്നത് അതിനാണത്. പക്ഷേ അതോർത്ത് നമ്മൾ കരയാം. അപ്പം ജപിക്കുന്നത്, ജപയോഗമൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോവുമോ? ഇപ്പം എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. ഇപ്പം നരകത്തിലാണെങ്കിൽ അവിടെ നിന്ന് മാറാൻ പോണില്ല, ഇപ്പം സ്വർഗത്തിലാണെങ്കിൽ അവിടെ ജപിക്കുന്നത് കൊണ്ട്
നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോവും, പാപമോ പുണ്യമോ കിട്ടുന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതത്തിനെ സ്വർഗസമാനമാക്കാനാണ് ജപമൊക്കെ. പലപ്പോഴും മെക്കാനിക്കലി ധരിച്ച് നമ്മൾ പലരും എന്തൊക്കെയോ ധരിക്കുന്നു. ചിലപ്പോൾ ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു, നിങ്ങൾ സന്ധ്യാവന്തരം ജപം ചെയ്യാറുണ്ടോ? ജപം ചെയ്താൽ പുണ്യമുണ്ടോ? ജപം കഴിച്ചാൽ നമ്പൂതിരിമാർ ബ്രാഹ്മണർ രാവിലെയും വൈകുന്നേരവും സന്ധ്യാവന്തരം ചെയ്താൽ ഒരു പുണ്യവും ഇല്ല, സന്ധ്യാവന്തരം ചെയ്യാതിരുന്നാൽ മഹാപാപം ഉണ്ടതാനും. അതെന്താ അങ്ങനെ? നിങ്ങൾ സന്ധ്യാവന്തനവും ജപവും കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, മാനവരാശിക്ക് വേണ്ടിയാണ്. അപ്പോൾ മാനവരാശിക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുണ്യമൊന്നുമില്ല, മാനവരാശിക്ക് വേണ്ടി ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾക്ക് പാപം ഉണ്ടതാനും. അതുകൊണ്ട് അത് ചെയ്യണം. അപ്പം ജപമൊക്കെ ജീവിതത്തിൽ ഭാഗമാക്കുക, ഭാരമാക്കരുത്. നമ്മുടെ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം ആകാം, ഭാരം ആകരുത്. രണ്ടക്ഷരത്തിൻ്റെ വ്യത്യാസം, ഒന്ന് ഭാഗം, മറ്റൊന്ന് ഭാരം ആകരുത്. ഭഗവാൻ ദൈവം ഈ കൺസെപ്റ്റുകളെ വിശദീകരിക്കാമോ? ഭഗവാൻ ചൈതന്യവത്തായി പ്രപഞ്ചത്തെ മുഴുവനും തിളക്കമാർന്ന ചൈതന്യം എത്തിക്കുന്ന ആൾ. ദൈവം പൂർവ്വജന്മ പുണ്യകർമ്മ ഫലം, അതാണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം പൂർവ്വ പുണ്യ ജന്മ ഫലം. ദൈവം ഭഗവാൻ പ്രപഞ്ചത്തെ മുഴുവനും ചൈതന്യവത്താക്കുന്നത്. രണ്ടും പര്യായ പദങ്ങളല്ല. പുണ്യം എന്നാൽ എന്താ? പുണ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മസാലദോശ എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാം, നെയ് റോസ്റ്റും പറഞ്ഞുതരാം, തേങ്ങയും മാങ്ങയും പറഞ്ഞുതരാം. പുണ്യം എന്ന് പറഞ്ഞാൽ പറയാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ സ്വർഗം എന്ന് വെച്ചാൽ പറയാം, സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങളില്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വർഗം. പുണ്യം എന്ന വാക്കിന് ചിലപ്പോൾ അർത്ഥം വേണമെങ്കിൽ പറയാം, തടസ്സമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മബന്ധാവ്, പുണ്യത്തിൻ്റെ ബന്ധാവ്. ശബരിമലയിൽ പോകുമ്പോൾ പറയാറുണ്ട് പുണ്യദർശനം. ആത്മാനുഭൂതി ലഭിക്കുന്ന ദർശനത്തിന് പുണ്യദർശനം എന്ന് പറയാം. ഇത് ബാങ്ക് ബാലൻസ് മാതിരി ഒന്നുമല്ല. പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരത്തിലും പറയാൻ സാധിക്കില്ല. പട്ടിയെ കൊന്ന പാപമാണെന്ന് മാത്രം പറയും, പൂച്ചയെ കൊന്നാലും പാപമാണ്, അവനവൻ തമ്മിൽ തല്ലു കൂടിയാലും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടാലും പാപമാണ്. അങ്ങനെ വഴക്കിട്ടതിന് ശേഷം അവസാനം പുറത്ത് വാതിലിൻ്റെ പുറകിൽ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതിയാലും പാപമാണ്. വീട്ടിനകത്ത് മൊത്തം വഴക്കിട്ടിട്ട് നമ്മൾ ഡോറിൽ എഴുതി വയ്ക്കും ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, അതും പാപമാണ്. അപ്പോൾ പിന്നെന്താ എഴുതി വെക്കേണ്ടത്? ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണം. എന്താ എഴുതി വെക്കേണ്ട? ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചാൽ. വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടോ? ഒട്ടുമില്ല. സസ്യ എണ്ണയിൽ ഒന്നിലും 0.1% പോലും കൊളസ്ട്രോൾ ഇല്ല, ഒട്ടുമില്ലെന്ന് അങ്ങയുടെ അത് തന്നെ അങ്ങേര് എഴുതിയിരിക്കണത് കേട്ടിട്ടുണ്ട്. എന്നാൽ ചാനലുകളിലും എല്ലാം വെളിച്ചെണ്ണ അപകടകാരിയാണെന്ന് പറഞ്ഞു. ശുദ്ധബദ്ധ. കാരണം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എൻ്റെ PhD ആയില്ല, എൻ്റെ ഡോക്ടറേറ്റ് ഡിഗ്രി ലിപ്പിഡ് കെമിസ്ട്രിയിലാണ്. ഈ ഇന്ത്യയിൽ നിന്ന് ആര് പറയണതിനേക്കാളും ഗോപാലകൃഷ്ണൻ അത് പറയാൻ അവകാശമുണ്ട്. കാരണം ഇവിടെ മാത്രമല്ല ഞാൻ വർക്ക് ചെയ്തത്, ഞാൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി CSIR വർക്ക് ചെയ്തു, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിൽ വർക്ക് ചെയ്തു, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ അമേരിക്കയിൽ വർക്ക് ചെയ്തു. അപ്പോൾ കൊളസ്ട്രോൾ വെളിച്ചെണ്ണയിലില്ല, ഒരു സംശയമില്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വിശ്വസിക്കാം 150%. അതിൻ്റെ അർത്ഥം മൂക്കറ്റം വെളിച്ചെണ്ണ കഴിക്കാമെന്നല്ല കേട്ടോ, മറ്റേത് എണ്ണയെ പോലെ ഒരു കുഴപ്പമില്ലാത്തതാണ് എന്ന് മാത്രം. അപ്പോൾ ചാനലുകളിൽ എന്തൊക്കെ പറയുന്നു എന്നൊന്നും നോക്കാൻ പോകണ്ട. ആവശ്യത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്തായാലും ഒരു ദിവസം മരിക്കും, അതിപ്പോൾ ഉറപ്പാണ്. കൂടി വന്നു കഴിഞ്ഞാൽ മരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായിട്ട് മരിച്ചാൽ എന്താ, കൊളസ്ട്രോൾ ഇല്ലാതെയായിട്ട് മരിച്ചാൽ എന്താ? ഒരു ദിവസം പോക്കാം നിങ്ങളെല്ലാവരും. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം ഞാനിവിടെ വരികയാണെന്ന് വിചാരിക്കുക, വരില്ല, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. മനസ്സിലായല്ലോ ഇല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര സീരിയസ് ഒന്നും ആവണ്ട. യഥാർത്ഥത്തിൽ രോഗമില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കുക, സന്തോഷത്തോടെ അടിപൊളിയായിട്ട് ജീവിക്കുക. എനിക്ക് ശരീരവേദനയുണ്ടോ, നെഞ്ചുവേദനയുണ്ടോ, ഇതൊന്നും നോക്കാൻ പോകണ്ട. എന്താ തിന്നണം തോന്നുന്നു വെച്ചാൽ തിന്നാം, ഒന്നും തിന്നണ്ട തോന്നിക്കഴിഞ്ഞാൽ തിന്നണ്ട. സിഗരറ്റ് വലിയ വെള്ളം അടി ഒഴിവാക്കാം. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു 7 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞു. അയാൾ എന്നോട് വന്ന് അഭിനന്ദിച്ചു. സാറ് പറഞ്ഞ നന്നായി, ഞാൻ ഇപ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് അടിക്കാറുള്ളത്, 7 ഗ്ലാസ് കുടിച്ചാൽ സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പച്ചവെള്ളത്തിൻ്റെ കാര്യമാണ്, അയാളത് വെള്ളമടിയാക്കി മാറ്റി. ഇങ്ങനെ ഞാൻ പറഞ്ഞതിനെ തിരുത്തിയൊന്നും ചെയ്തേക്കല്ലേ. ഏതായാലും ഓർമ്മിക്കാം, നമ്മൾ ഈ ഭൂമിയിൽ തലവേദന എടുക്കുന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. 2 സാലഡും കഴിക്കണമെങ്കിൽ കഴിക്കാം.
കഴിക്കണ്ടെങ്കിൽ അതങ്ങനെ കിടക്കട്ടെ. പുറം വേദനയുണ്ട്, പുറത്തിൻ്റെ കാര്യം നോക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. രാവിലെ വൈകുന്നേരം 2-3-5 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈ രക്തം ഒന്ന് ശുദ്ധീകരിക്കാൻ. ബാക്കി ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഈ രോഗമൊക്കെ ഉണ്ടെന്നുള്ള തോന്നലാണ് നമ്മുടെ ഏറ്റവും വലിയ രോഗം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നല്ല ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ കർമ്മവും ധർമ്മവും എല്ലാം ആലോചിച്ച് ജീവിച്ചാൽ ഒരു പ്രശ്നമില്ല. അതാണ് സുഖമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സന്ദേശങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ജഗതീശ്വരനും മഹാദേവനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയിക്കുക മഹാദേവ എന്നുള്ളൊരു വരി പറയാറില്ലേ ശ്രീനാരായണ ഗുരുദേവൻ? ജയിക്കുക ദീനാവന പരായണ, ജയിക്കുക മഹാദേവ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം. സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ശ്രീ ഗോപാൽ സാറിന് ദേവസ്വത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.